പക്ഷെ ശബരിമല വിഷയത്തിൽ പത്മകുമാർ A to Z കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. കാരണം പത്മകുമാറിനെ പിടിച്ചതിന് ശേഷമാണ് ഈ ജയറാമിന്റെ പേരൊക്കെ പുറത്തു വരുന്നതും ജയറാമിനെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ അതിൽ തന്നെ ഒരു ഭിന്നതയൊക്കെ ഉണ്ട്. ജയറാം VIP ആണ്, അതുകൊണ്ട് പിന്നെ ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട എന്നൊരു വിഭാഗം SIT തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു അത് വിളിപ്പിക്കണം, അല്ലെങ്കിൽ അത് വിശ്വാസ്യത തകരും. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ ദ്വാരപാലക വിഗ്രഹം അല്ലെങ്കിൽ വിഗ്രഹപാളികൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാണ് പൂജിച്ചത്. അത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇത് പൂജിച്ചതിന് പിന്നിൽ ജയറാമിന്റെ വിശ്വാസം അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം എന്നതിലുപരി ഒരുപാട് പേർ ആ വിഗ്രഹം കാണാൻ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര ബന്ധമുള്ള ഏതെങ്കിലും റാക്കറ്റുകൾ ഉണ്ടായിരുന്നോ? അവർക്ക് കാണാനുള്ള ഒരു പ്രദർശനശാലയായിരുന്നോ ജയറാമിന്റെ വീട്? ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാം. അത് പക്ഷേ ജയറാം അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. കാരണം ജയറാമിൻ്റെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമാനിച്ചിട്ടുണ്ടായി. ഉണ്ണികൃഷ്ണൻ പീറ്റി എന്ന് പറയുന്നത് ഒറ്റക്കല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഈ വലിയ കൂട്ടാളികൾ അല്ലെങ്കിൽ കൂട്ടുസംഘം അവർ വളരെ വലിയ ആസൂത്രണം നടത്തി അങ്ങനെ ഒരുപാട് ആളുകളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ അന്താരാഷ്ട്ര തസ്കര സംഘത്തിലെ ഒരാൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. യാതൊരു ഉറപ്പും ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതിൽ അന്താരാഷ്ട്ര റാക്കറ്റ് ഉണ്ടോ എന്ന്. കോടതിക്ക് സംശയമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ സ്വർണത്തിൻ്റെ വിലയല്ല പ്രധാനപ്പെട്ടത്, സ്വർണമല്ല പ്രശ്നം. സ്വർണം മോഷ്ടിക്കാൻ ഇവർക്ക് എന്തെല്ലാം മാർഗങ്ങൾ വേറെയുണ്ട്, വേറെ എവിടെ നിന്നൊക്കെ സ്വർണം എടുക്കാം എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അയ്യപ്പൻ്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട് ആ വിഗ്രഹത്തിന് ലഭ്യമാകുന്ന, അതായത് കട്ടളപ്പാളിക്ക് പോലും ലഭ്യമാകുന്ന മൂല്യമുണ്ട്. അത് കോടിക്കണക്കിനാണ്, വിലമതിക്കാനാവാത്തതാണ്. ആ രീതിയിൽ അത് വിൽപ്പന നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ വിൽപ്പന നടക്കുകയാണ്. ആൻറ്റിക്ക് മാത്രമല്ല ശരിക്കും പറഞ്ഞു, ഇത് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു മൂല്യം കൂടി അതിൻ്റെ അകത്തുണ്ട്. വിശ്വാസിക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉയർന്ന മൂല്യത്തിന് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. 10 രൂപ ഉള്ള ഒരു സാധനം ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ പുറത്ത് 10,000-നോ 10 ലക്ഷത്തിനോ ആളുകൾ വാങ്ങാൻ തയ്യാറാവും. ഇവരുടെ ഉദ്ദേശം അതുതന്നെയാണ്. ഈ അയ്യപ്പൻ്റെ കട്ടിളപ്പാളി പറിച്ച് എടുത്ത് ഈ പറയുന്നവരെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വിൽപ്പന നടത്താൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന മൂല്യം വളരെ വലുതാണ്. അതിന് കിട്ടുന്ന കോടികൾ എന്ന് പറയുന്നത് എണ്ണമറ്റതായിരിക്കും. അതായിരിക്കും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം ജയറാം അറിഞ്ഞുകൊണ്ടാണോ നടന്നിട്ടുള്ളത് എന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ജയറാമിൻ്റെ ഭക്തിയും ജയറാമിൻ്റെ മറ്റ് പശ്ചാത്തലങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമ സെലിബ്രിറ്റി സാധ്യതകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ തന്നെ കൂട്ടരും വളരെ ഫലപ്രദമായിട്ട് നടത്തിയതായിക്കൂടെ. അങ്ങനെ നമുക്ക് എന്താ ചിന്തിച്ചാലുള്ള കുഴപ്പം? ശരിയാണ്. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ജയറാമിന്റെ വീട്ടിൽ ഈ വിഗ്രഹപാളികൾ വരുന്നു, ജയറാം അത് അറിയിക്കേണ്ടവരെ അറിയിക്കണ്ടേ? അങ്ങനെ ഇപ്പൊ ജയറാം ഒരു ഈശ്വര വിശ്വാസിയാണ്. അദ്ദേഹം അത്തരം ഒരു മതത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ കൂടിയാണ്. ഈശ്വരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമുദായത്തിലുള്ള ആൾ കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായി അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഈശ്വര വിഗ്രഹം അല്ലെങ്കിൽ ഈ അമ്പലത്തിലുള്ള ഒരു സാധനവും ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്നുകിൽ അതിന്റെ എല്ലാ മേൽനോട്ടവും അറിഞ്ഞിട്ടുള്ള ആളുകൾ വഴിയായിരിക്കാം. അത് അങ്ങനെ പ്രത്യേകിച്ച് ശബരിമല വിഷയം, ശബരിമലയിലെ ഒരു ക്ഷേത്രത്തിലെ ഒരു ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ജയറാമിന് നന്നായി അറിയാവുന്ന കാര്യമാണ്. തുടക്കത്തിൽ ജയറാമിന്റെ പേര് വന്നെങ്കിൽ പോലും പിന്നീട് അത് മറഞ്ഞുപോയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പത്മകുമാർ അകത്തായതിനു ശേഷമാണ് ജയറാമിലേക്ക് കൂടുതൽ അന്വേഷണം എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ജയറാമിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്ന് SITക്ക് അല്ലെങ്കിൽ പത്മകുമാറിന്റെ വായിൽ നിന്ന് വീഴുന്നത് കൊണ്ടല്ലേ ജയറാമിലേക്ക് തന്നെ അന്വേഷണം. ഇപ്പോൾ കടകംപള്ളിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലിസ്റ്റിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരാൾ കൂടി ജയറാമും കൂടിയില്ലേ? വേണമെങ്കിൽ അങ്ങനെ വരാം. പക്ഷേ ധന്യ വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ശബരിമലയിലെ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ എന്തെങ്കിലും ഒക്കെ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ലെന്നല്ലേ ജയറാം പറയും, അല്ലേ? അതൊരു ആചാര ലംഘനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും ക്ഷേത്ര വസ്തുക്കൾ എന്ന് പറയുന്നത് ഗൃഹങ്ങളിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം മറ്റൊരു രീതിയിൽ അതിനെ കണ്ടിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഐശ്വര്യത്തിൻ്റെ വരമായിട്ട് ചിലപ്പോൾ കണ്ടേക്കാം. ദൈവം നേരെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്ന രീതി
അത് ആചാരത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നതല്ല, അത് വിശ്വാസത്തിൻ്റെ മാത്രം തലത്തിൽ നിൽക്കുന്ന. അങ്ങനെ വിശ്വാസിയായിട്ടുള്ള ജയറാം അങ്ങനെ വിചാരിച്ചാൽ അതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ വരുന്ന സമയത്ത് പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഇതെല്ലാം കടന്നു ചെല്ലും. അങ്ങനെ കടന്നു ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം ജയറാമിന് അറിയാൻ പാടുണ്ടോ എന്ന ചോദ്യം ചോദിക്കപ്പെടാം. ഇപ്പോൾ ശരിയാണ്, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജയറാം നമ്മുടെ ഫോക്കസ് പോയിന്റിലേക്ക് വരുന്നത്. അതിന് മുമ്പ് ജയറാമിന് വിട്ടതാണ്. ജയറാമിൻ്റെ വീട്ടിൽ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ടെലിവിഷനിലൊക്കെ കണ്ടിരുന്നു. എങ്കിലും അതൊക്കെ അങ്ങനെയുള്ള ഒരു പരിശോധനയ്ക്കോ വിചാരണയ്ക്കോ വിധേയമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മാറി, അത് വിചാരണയിലെത്തുകയാണ്. ജയറാമിനെ അറസ്റ്റ് ചെയ്യണം. 2 ദിവസം കഴിയുന്ന സമയത്ത് ജനങ്ങളൊക്കെ ഈ ജയറാമിനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാനും അത്ഭുതപ്പെടേണ്ടതില്ല. പെട്ടെന്നാണ് ആളുകളുടെ മൈൻഡ് ഇങ്ങനെ മാറുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് എനിക്കത് തോന്നുന്നത്. എന്ന് വെച്ചാൽ പത്മകുമാറാണ് ജയറാമിനെ ഇപ്പോൾ ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവന്നാണ് തന്നെ പറഞ്ഞല്ലേ? ശരിയായിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് മാഷെ. കാരണം ഇതുവരെ പത്മകുമാറിന്റെ ഒരു പേരോ ജയറാമിന്റെ ഒരു പേരോ ജയറാമുമായി ബന്ധപ്പെട്ട വിഷയമോ ശബരിമല തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ജയറാം തന്നെ അത് പല ചാനലുകളുടെ മുന്നിൽ എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിഷ്കളങ്കനാവുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും നമ്മുടെയൊക്കെ ചോദ്യം ഇതാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും നമ്മളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. ദൈവത്തെ ഒരു അമിതമായി വിശ്വസിക്കാതെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് അമ്പലത്തിലുണ്ട്, അല്ലെങ്കിൽ പള്ളി എവിടെയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പള്ളിയിലിരിക്കുന്ന ഒരു യേശുവിൻ്റെ രൂപം അതെടുത്തു കൊണ്ടുപോയി നമുക്കൊരിക്കലും ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ സമ്മതിക്കുന്ന കാര്യമാണോ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സമ്മതിക്കുന്ന കാര്യമല്ല. അപ്പൊ ഏതൊരു വിശ്വാസിയും അത് അനുവദിക്കുന്ന കാര്യം അല്ല. വിശ്വാസം എന്ന് പറയുന്നത് അയ്യപ്പന്റെ വിഗ്രഹം, നാളെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദിവസം അയ്യപ്പന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് ജയറാമിന്റെ വീട്ടിൽ പോയാൽ ജയറാം അതും വെച്ച് പൂജിക്കുമായിരുന്നോ? അതെ, അതൊരു കോമൺ ലോജിക്കാണോ? സാധാരണക്കാരൻ്റെ ഒരു യുക്തി അങ്ങനെ സമ്മതിക്കുമോ എന്ന് ചോദിച്ചതിനിടയിൽ ഇല്ലെന്ന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജയറാമൊക്കെ ജീവിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന ഒരു തലമാണ്. അത് VIP തലം എന്ന് നമ്മൾ സാധാരണയിൽ വിശേഷിപ്പിക്കും. VIPകൾക്ക് എന്തുമാകാം. അങ്ങനത്തെ ഒരു വിശ്വാസം VIPകളായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതഘടനയിൽ വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോഴാണ് ജയറാം എന്ത് ചെയ്യുന്നത്, എൻ്റെ വീട്ടിലേക്ക് അയ്യപ്പൻ്റെ കട്ടിളപ്പാളിയോ അതേപോലെ ദ്വാരപാല വിഗ്രഹത്തെ പൊതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള വസ്തുക്കളോ വരുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നത് ഈ VIP ലെവലിൽ നിന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം VIPകൾക്ക് എന്തുമാകാം എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും ഈ റൂൾ ഓഫ് ലോക്ക് വിധേയമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. റൂൾ ഓഫ് ലോക്ക് വിധേയമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. പക്ഷേ എവിടെയും VIP എന്ന് പറയുന്നത് തുല്യരിൽ തുല്യരായ ഒരാളാണ്. ആൾ ആർ ഈക്വൽസ് ബട്ട് സം ആർ മോർ ഈക്വൽസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതിൽ ഞാൻ ഈ മോർ ഈക്വൽസിൻ്റെ ഭാഗമാണ് എന്ന് ജയറാം വിശ്വസിക്കുകയും അങ്ങനെ അദ്ദേഹം അതിൻ്റെ കൂടെ രമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ സംഭവിച്ച ഒരു മാറ്റമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. എത്രത്തോളം അദ്ദേഹം ഈ കുറ്റവാളികളുമായിട്ട് പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്.